വെൽക്കം എവറി വൺ ടു മൈ ലോഡ് സ്റ്റാർ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ അവ്യയാണ് പഠിക്കാൻ പോകുന്നത്. അവ്യയ് യാ അവികാരി, ഈ രണ്ട് ശബ്ദത്തിനും ഒരേ അർത്ഥമാണുള്ളത്. അപ്പം നമ്മൾ അവ്യയ് പഠിക്കുന്നതിന് മുന്നേ എന്താണ് അവ്യയ്, ആ ശബ്ദത്തിൻ്റെ അർത്ഥം എന്താണ് എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഓക്കെ, അപ്പം അതിന് വേണ്ടിയിട്ട് ചില ഉദാഹരണങ്ങളിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. मैं यहाँ पढ़ता हूँ. मैं यहाँ पढ़ता हूँ എന്നുള്ള ഈ വാക്ക്, ഇത് പഠിത്താഹും എന്നുള്ളത് പുല്ലിംഗ ശബ്ദമാണ്. ഇത് പുല്ലിംഗ ശബ്ദമാണ്. ഇത് നമുക്ക് സ്ത്രീലിംഗമാക്കി മാറ്റാനായിട്ട് സാധിക്കും. മേ യഹാം പഠിത്തി ഹും എന്നാക്കിയപ്പോൾ ഇത് സ്ത്രീലിംഗമായി. ഇവിടെ താഹും എന്നുള്ളത് ഇവിടെ തീ എന്നാക്കി മാറ്റിയപ്പോൾ അത് സ്ത്രീലിംഗ രൂപമായി. അപ്പം നമുക്ക് ഈ വാക്യത്തിൽ മാറ്റം വരുത്താനായിട്ട് സാധിച്ചു. അപ്പം ലിംഗ്, പുല്ലിംഗ്, സ്ത്രീലിംഗ് അനുസരിച്ചിട്ട് ഈ വാക്യത്തിൽ നമുക്ക് മാറ്റം വരുത്താനായിട്ട് സാധിച്ചു. ഇനി നമുക്ക് ഈ വാക്യത്തിൽ വചൻ, ഏകവചൻ, ബഹുവചൻ അനുസരിച്ചിട്ട് നമുക്ക് മാറ്റങ്ങൾ വരുത്താനായിട്ട് സാധിക്കുമോ എന്ന് നോക്കാം. മേ യഹാം പഠിത്താഹും, ഇത് ഏകവചന രൂപമാണ്. ഇതിൻ്റെ ബഹുവചന രൂപമോ ഹം യഹാം പഠിത്തേ ഹൈം. മേ എന്നുള്ളത് ഇവിടെ ഹം എന്നായിട്ട് മാറി. യഹാം പഠിത്ത എന്നുള്ളത് പഠിത്തേ എന്നായി, ഹും എന്നുള്ളത് ഹൈം എന്നായി മാറി. അപ്പോൾ ഇതിൻ്റെ ബഹുവചന രൂപം കിട്ടി. ഈ വാക്യത്തിൻ്റെ ബഹുവചന രൂപം നമുക്ക് കിട്ടി. മേയുടെ സ്ഥാനത്ത് ഹം എന്നായി, യഹാം പഠിത്തയുടെ സ്ഥാനത്ത് പഠിത്തേ എന്നായി, ഹുമിൻ്റെ സ്ഥാനത്ത് ഹൈം എന്നായി. ഇവിടെ മാറ്റം വന്നു, പഠിത്ത എന്നുള്ളതിൽ മാറ്റം വന്നു, ഹും എന്നുള്ളതിൽ ഹൈം എന്നായിട്ട് മാറി. ഹം യഹാം പഠിത്തേ ഹെ. അപ്പോൾ ഈ വാക്യത്തിൽ വചൻ അനുസരിച്ച് നമുക്ക് മാറ്റങ്ങൾ വരുത്താനായിട്ട് സാധിച്ചു. ഇനി ഈ വാക്യങ്ങളിൽ നമ്മൾ കാൽ കെ അനുസാർ, കാലത്തിനനുസരിച്ചിട്ടാണ് നമ്മൾ ഈ വാക്യത്തിൽ മാറ്റങ്ങൾ വരുത്താനായിട്ട് നോക്കുന്നത്. മേ യഹാം പഠിത്താഹും എന്നുള്ളത് വർത്തമാനകാല രൂപമാണ്. ഈ വർത്തമാനകാല രൂപം ഈ വാക്യത്തിൽ നമുക്ക് മാറ്റങ്ങൾ വരുത്തിയിട്ട് അതിനെ ഭൂതകാലവും ഭവിഷ്യകാലവും ഒക്കെ ആക്കി മാറ്റാനായിട്ട് നോക്കാം. മേ യഹാം പഠിത്താഹും എന്നുള്ളത് മേ യഹാം പഠിത്താ ഥ. ഇവിടെ ഹും എന്നുള്ളത് മാറി ഥ എന്നായപ്പോൾ അതിൻ്റെ വർത്തമാനകാലം അത് ഭൂതകാലത്തിലേക്ക് മാറി. ഇനി മേ യഹാം പഠൂങ്ഖ, ഇവിടെ പഠിത്താ ഥ എന്നുള്ളത് പഠൂങ്ഖ എന്നായപ്പോൾ അത് ഭവിഷ്യകാല രൂപമായിട്ട് മാറി. അപ്പോൾ ഇവിടെ വർത്തമാനകാൽ, ഭൂതകാൽ, ഭവിഷ്യകാൽ അല്ലേ. അപ്പോൾ ഈ കാലത്തിനനുസരിച്ചിട്ട് അല്ലേ, ഈ കാലത്തിനനുസരിച്ചിട്ട് ഈ വാക്യങ്ങളിൽ നമുക്ക് മാറ്റങ്ങൾ വരുത്താനായിട്ട് സാധിച്ചു. इस वाक्य लिंग वचन काल के आधार पर कितने बार बदलता है. അപ്പം നിങ്ങൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് ഈ ഒരു വാക്യം ലിംഗ് വചൻ കാൽ കെ ആധാർ പർ കിത്തനെ ബാർ ബദൽത്താ ഹെ അല്ലേ, എത്ര പ്രാവശ്യമാണ് നമുക്കിതിനെ ചേഞ്ചസ് വരുത്താനായിട്ട് സാധിച്ചത്. ഓക്കെ, അപ്പോൾ എത്രയും മനസ്സിലാക്കുക. ഇനി നമുക്ക് അവ്യയ് എന്താണെന്ന് പറയാം. जो शब्द लिंग वचन काल के आधार पर नहीं बदलते हैं उस शब्द को अव्यय या अविकारी शब्द कहते हैं. അപ്പോൾ നമ്മളിപ്പോൾ ലിംഗ് വചൻ കാൽ के आधार पर ബദൽനെ വാലെ ശബ്ദ കോ ബാരെ മേ ദേഖാ ഹെ അല്ലേ. ഒരുപാട് മാറ്റങ്ങൾ വരുത്താൻ പറ്റുന്ന ചില വാക്യങ്ങളാണ് നമ്മൾ കണ്ടത്. അത് ലിംഗ് വചൻ കാൽ കെ ആധാർ പർ. എന്നാൽ ലിംഗ് വചൻ കാൽ കെ ആധാർ പർ നഹി ബദൽത്തെ ഹേ. ഇവിടെ അവ്യയ് യാ അവികാരി എന്ന് പറഞ്ഞാൽ അതാണ് നഹി ബദൽത്തെ. ലിംഗ് വചൻ കാൽ കെ ആധാർ പർ നഹി ബദൽത്തെ ഹേ ഉസ് ശബ്ദ കോ അവ്യയ് യാ അവികാരി ശബ്ദ കഹത്തെ ഹേ. അപ്പോൾ ലിംഗ് വചൻ കാലത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരിക്കലും മാറ്റം വരുത്താനായിട്ട് സാധിക്കാത്ത ശബ്ദങ്ങൾ, സാധിക്കാത്ത ആ ശബ്ദത്തിനെയാണ് എന്ത് പറയുന്നത്, അവ്യയ് യാ അവികാരി എന്ന് പറയുന്നത്. अव्यय या अविकारी. अव्यय मतलब क्या है, जो गर्ज न हो. व्यय, व्यय मीन्स चिलव.
ആ മീൻസ് ന, നഹി. അപ്പോൾ ചിലവ് ഇല്ലാത്തത്, ചിലവാകാത്തത്. ജോ ഗർജ് ന ഹോ, അല്ലേ, അവ്വേ കഹത്തെ ഹെ. ആ വികാരി, വികാരി, ആ മീൻസ് നഹി. ജോ ബദൽത്തെ നഹി, വികാരി മീൻസ് മാറ്റമില്ലാത്തത്, അല്ലേ. ജോ ബദൽത്തെ നഹി, അവികാരി मतलब जो बदलते नहीं, अव्वे मतलब जो गर्ज न हो. अव्वे 5 प्रकार के होते हैं. अव्वे के प्रकार कितने हैं? 5 प्रकार. क्रिया विशेषण अव्यय, संबंध बोधक अव्यय, समुच्चय बोधक अव्यय, विस्मयादि बोधक अव्यय, निभाद अव्यय. ये 5 प्रकार इस प्रकार है. देखो, क्रिया विशेषण अव्यय, संबंध बोधक अव्यय, समुच्चय बोधक अव्यय, विस्मयादि बोधक अव्यय, निभाद अव्यय. ഇനി നമുക്ക് ഇത് ഓരോന്നിനെയും കുറിച്ച് നോക്കാം. ഫസ്റ്റ് വൺ, ക്രിയാവിശേഷൻ അവ്യയ്. ക്രിയാവിശേഷൻ അവ്യയിനെ അഗെയിൻ അതിൻ്റെ 4ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ക്രിയാവിശേഷൻ അവ്യയ്ക്ക് 4 ഭേദാണുള്ളത്. കാൽവാചക്, സ്ഥാൻവാചക്, परिमाणवाचक, रीतिवाचक. क्रियाविशेषण अव्यय को 4 भेद होते हैं. वे इस प्रकार है: कालवाचक क्रियाविशेषण, स्थानवाचक क्रियाविशेषण, परिमाणवाचक क्रियाविशेषण, रीतिवाचक क्रियाविशेषण. ഇനി നമുക്ക് ഈ 4നെയും കുറിച്ച് ആദ്യം ഒന്ന് നോക്കാം. ഫസ്റ്റ് വൺ, കാൽവാചക് ക്രിയാവിശേഷൻ. കാൽവാചക്, ഈ പേരിൽ നിന്ന് തന്നെ നമുക്ക് ഇതെന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. കാൽ, കാൽ മാനെ ക്യാ ഹേ, സമയ്, അല്ലേ. ഒരു ക്രിയ, ഇത് ക്രിയാവിശേഷനാണ്. അപ്പോൾ ക്രിയയെ വിശേഷിപ്പിക്കുന്നതാണ് ക്രിയാവിശേഷൻ. അപ്പം ക്രിയ നടക്കുന്ന സമയത്തെയാണ് സൂചിപ്പിക്കുന്നത്. ക്രിയ ഏത് സമയത്ത് നടന്നു, ഏത് കാലത്തിലാണ് ഈ ക്രിയ നടന്നത് എന്നതിനെ കുറിച്ചാണ് ഈ കാൽവാചക ക്രിയാവിശേഷനിൽ പറയുന്നത്. जिनसे क्रिया के होने के समय का बोध हो उन्हें कालवाचक क्रियाविशेषण कहते हैं. ക്രിയ നടക്കുന്ന കാലത്തെ സൂചിപ്പിക്കുന്ന ക്രിയാവിശേഷണത്തെയാണ് കാലവാചക ക്രിയാവിശേഷണം എന്ന് പറയുന്നത്. ഓക്കെ, സോമേഷ് കൽ ആയേഖ. സോമേഷ് കൽ എന്നുള്ളതാണ് ഇവിടെ ആയേഖ എന്ന ക്രിയയുടെ വിശേഷണമായിട്ട് പറയുന്നത്. അപ്പോൾ കൽ എന്നുള്ളത് എന്താണ്? സമയമാണ്. ഏത് സമയമാണ് വരുന്നത്? നാളെ, അല്ലേ. കൽ ആയേഖ. മേ അബി ആയാഹും. ആയാഹും, അബി ആയാഹും, ഞാൻ ഇപ്പോൾ വരും, അല്ലേ. ഇപ്പോഴത്തെ സമയമാണ്, ഇപ്പോഴാണ് ഞാൻ വരുന്നത്. ആ കാലത്തെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ കൽ, അഭി എന്നുള്ളത് കാൽവാചക ക്രിയാവിശേഷണം ആണ്. ഇനി നമുക്ക് കുറച്ച് ഉദാഹരണങ്ങൾ പരിചയപ്പെടുത്താലോ. കാൽവാചക ക്രിയാവിശേഷന്റെ ചില ഉദാഹരണങ്ങൾ നോക്കാം. ആജ്, കൽ, അബ്, കബ്, ലഖാദാർ, ദിൻബർ, പ്രതിദിൻ, പർസോം, സുബഹ് ആദി. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് കാൽവാചക ക്രിയാവിശേഷന്റെ എക്സാമ്പിൾസ്. ഇനി അപ്പോൾ എന്താണ് കാൽവാചക ക്രിയാവിശേഷൻ എന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. ഇനി നമുക്ക് നെക്സ്റ്റ് സ്ഥാൻവാചക ക്രിയാവിശേഷൻ എന്താണെന്ന് നോക്കാം. സ്ഥാൻവാചക് മത്ലബ് ക്യാ ഹേ? ക്രിയ നടക്കുന്ന സ്ഥലത്തെ ബോധിപ്പിക്കുന്ന വിശേഷണത്തെ സ്ഥാനവാചക ക്രിയാവിശേഷണം എന്ന് പറയുന്നു. ക്രിയ നടക്കുന്ന സ്ഥലത്തെയാണിത് സൂചിപ്പിക്കുന്നത്. जिनसे क्रिया के होने के स्थान का बोध हो उन्हें स्थानवाचक क्रिया विशेषण अव्यय कहते हैं. हम देखो, तुम ऊपर जाओ. ये जाओ क्रिया के पहले क्या है? ऊपर. ऊपर ये स्थान है. ऊपर जाओ, ऊपर स्थानवाचक क्रिया विशेषण है. मोहन यहाँ पढ़ता है. मोहन कहाँ पढ़ता है? മോഹൻ എവിടെയാണ് പഠിക്കുന്നത്? ആ സ്ഥലത്തെക്കുറിച്ചാണ് ചോദിക്കുന്നത്. യഹാം പഠിത്താ ഹേ ക്രിയാ കെ പെഹലെ ആയേ ഹേ ക്രിയാവിശേഷൻ സ്ഥാനവാചക ക്രിയാവിശേഷൻ യഹാം. ഊപ്പർ, യഹാം. ഇതിൻ്റെ കുറച്ച് ഉദാഹരണങ്ങൾ നോക്കൂ.
യഹാം വഹാം ആകെ പീച്ചെ ബാഹർ ഭീത്തർ ഊപ്പർ നീച്ചെ ചാരോം ഓർ ആദി. അപ്പം ഇതൊക്കെയാണ് സ്ഥാനവാചക ക്രിയാവിശേഷൻ അവയുടെ എക്സാമ്പിൾസ്. അപ്പം നമുക്ക് ഇപ്പോൾ എന്താണ് സ്ഥാനവാചക അല്ലേ, ആ പേരിൽ തന്നെയുണ്ട്, സ്ഥാനവാചക എന്ന ആ പേരിൽ തന്നെയുണ്ട് അല്ലേ, ക്രിയ നടക്കുന്ന സ്ഥലത്തെയാണ്, സ്ഥാനത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ. പരിമാൺവാചക് ക്രിയാവിശേഷൻ അവ്യയ്. മാത്ര ക്വാണ്ടിറ്റി അല്ലേ, പരിമാൺ എന്ന് വെച്ചാൽ എന്താണ്, അളവാണ് അല്ലേ. അപ്പം ഇവിടെ നാപ്തോൽ കെ ബാരേമേം ബാത്തേം കർത്തേ ഹേ, മാത്ര യാ ക്വാണ്ടിറ്റി. അപ്പം ക്രിയയുടെ അതിൻ്റെ അളവിനെ കുറിച്ചൊക്കെയാണ് ഇവിടെ പറയുന്നത്. വഹ് ദൂത് ദോഡ ലായ, വഹ് ദൂത് ദോഡ. തും പാനി കം പീന, ലായ ക്രിയയുടെ മുൻപിലായിട്ട് ധോഡ, പീന എന്ന ക്രിയയുടെ മുൻപിലായിട്ട് കം. അപ്പോൾ ഇവിടെ ആ ക്വാണ്ടിറ്റിയെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പരിമാൺവാചക ക്രിയാവിശേഷനിൽ ബഹുത്, ബഡ, ബിൽക്കുൽ, അത്യന്ത്, കുച്ച്, കാഫി. അപ്പോൾ ഇതൊക്കെയാണ് പരിമാൺവാചക എക്സാമ്പിളിൻ്റെ, പരിമാൺവാചക ക്രിയാവിശേഷൻ്റെ മറ്റ് ഉദാഹരണങ്ങൾ. जो अव्यय क्रिया का परिमाण बताते हैं, ഏത് അവ്യയാണോ ക്രിയയുടെ പരിമാൺ അതായത് അളവിനെ കുറിച്ച് പറയുന്നത്, ഉനേം പരിമാൺവാചക ക്രിയാവിശേഷൻ കഹലാത്തെ ഹെ. അപ്പം ക്രിയയുടെ അളവിനെ സൂചിപ്പിക്കുന്ന ക്രിയാവിശേഷണത്തെ പരിമാണവാചക ക്രിയാവിശേഷണം എന്ന് പറയുന്നു. അതിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് കൂടി ഞാൻ പറയാം, ശ്രദ്ധിക്കൂ. ബഹുത്, ധോഡ, അത്യന്ത്, ബഡ, കം, ഭാരി, ഹൽക്ക, ഗൂബ്, കുച്ച്, കിഞ്ചിത്, സറ, ബിൽക്കുൽ, കാഫി, ഇത്തന, ഉത്തന, ധോഡ, പര്യാപ്ത് ആദി. കേട്ടോ. അപ്പോൾ പരിമാൺവാചക ക്രിയാവിശേഷണം എന്താണ്, അതായത് അളവിനെ കുറിച്ച്, അളവ് തൂക്കത്തിനെ കുറിച്ച് ഉള്ള ഒരു ബോധമുണ്ടാക്കി തരുന്നതാണ് പരിമാൺവാചക ക്രിയാവിശേഷൻ. ഇനി രീതിവാചക് ക്രിയാവിശേഷൻ അവയാണ് നോക്കാൻ പോകുന്നത്. ഫോർത്ത് വൺ, രീതി. രീതി മാനെ ക്യാ ഹേ? രീതി ഡംഗ് യാ പ്രകാർ. ക്രിയ, ആ ക്രിയ നടക്കുന്ന രീതി, ക്രിയ ഏത് രീതിയിൽ, എങ്ങനെ, ഏത് പ്രകാരമാണ് ആ ക്രിയ സംഭവിച്ചത്. അപ്പം ആ രീതിയെ കുറിച്ചാണ് പറയുന്നത്. ജോ ശബ്ദ ക്രിയ കർനെ കി രീതി ബതാത്തെ ഹേ, ക്രിയ കർനെ കി രീതി, രീതിവാചക ക്രിയാവിശേഷൻ कहलाते हैं. ക്രിയ നടക്കുന്ന രീതിയെ ബോധിപ്പിക്കുന്ന ക്രിയാവിശേഷണ പദത്തെ രീതിവാചക ക്രിയാവിശേഷണം എന്ന് പറയുന്നു. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കൂ. രാം ധീരെ ധീരെ ചൽത്താ ഹെ. ഈ ചൽത്ത എന്നുള്ള ക്രിയ എങ്ങനെ നടന്നു, ഏത് രീതിയിൽ? ധീരെ ധീരെ ചൽത്താ ഹെ. ആ ഗയാ, കൈസെ ആ ഗയാ? അചാനക് ആ ഗയാ. ഓക്കെ. അപ്പോൾ രീതിവാചക ക്രിയാവിശേഷൻ്റെ എക്സാമ്പിളാണ് ധീരെ ധീരെ അല്ലെങ്കിൽ അചാനക്. ഇനി കുറച്ച് എക്സാമ്പിൾസ് വേറെ നോക്കൂ. ഫട്ടാഫട്ട്, ആജീവൻ, ജൽദി, അച്ഛ അല്ലേ. ഇതൊക്കെയാണ് രീതിവാചകിൻ്റെ. വേറെ കുറച്ച് എക്സാമ്പിൾസ് കൂടി ഞാൻ പറയാം, ശ്രദ്ധിക്കൂ. ധീരെ ധീരെ, അച്ചാനക്, സച്ച്മുച്ച്, ടീക്ക്, യഥാർത്ഥ, ജൈസെ തൈസെ, ഇസ്ലിയെ, മാനോ, അത്യേവ്, ക്യോം, वास्तव में, अवश्य, किसलिए आदि, शायद. അപ്പം ഇതൊക്കെ രീതിവാചക ക്രിയാവിശേഷൻ്റെ കുറച്ച് എക്സാമ്പിൾസാണ് ഞാൻ പറഞ്ഞത്. അപ്പം നിങ്ങൾക്കിപ്പോൾ ക്രിയാവിശേഷൻ എന്താണെന്ന് അതിൻ്റെ 4 ഭേദം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇപ്പം നമ്മൾ ക്രിയാവിശേഷൻ അവ്യയം എന്താണെന്നും അതിൻ്റെ 4 ഭേദം നമ്മളിപ്പോൾ നോക്കി. ഇനി രണ്ടാമത്തെ അവ്യയ് സംബന്ധ ബോധക് അവ്യയ്. क्रियाविशेषण अव्यय, അതിനുശേഷം संबंध बोधक अव्यय. वह दीवार के ऊपर बैठा है, वह दीवार के ऊपर बैठा है. सेना युद्ध क्षेत्र से आगे बढ़ी. അപ്പോൾ സംബന്ധ ബോധക് എന്ന് വെച്ചാൽ वह दीवार के ऊपर, सेना युद्ध क्षेत्र से आगे, के ऊपर से आगे, ഇതാണ് സംബന്ധ ബോധക് അവ്യയ്. ഇതിൻ്റെ കുറച്ച് ഉദാഹരണങ്ങൾ നോക്കൂ.
के बाद, के नीचे, के ऊपर, के धाएം, के ഭാएം, से पहले അല്ലേ? ഇങ്ങനെ കെ സേ എന്ന പ്രത്യയങ്ങൾ വരുന്നതാണ് സംബന്ധബോധക് അവ്യയം എന്ന് പറയുന്നത്. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യത്തെക്കുറിച്ച് പറയാം. അതായത് സ്ഥാൻവാചക് ക്രിയാവിശേഷൻ. സ്ഥാൻവാചക് ക്രിയാവിശേഷനിൽ എങ്ങനെയായിരുന്നു? അതായത് ക്രിയ നടക്കുന്ന സ്ഥലത്തെ അല്ലേ? അപ്പം അതെന്താണ്? യഹാം, വഹാം, കഹാം, ജഹാം, ആകെ, ഊപ്പർ, ഇതൊക്കെയാണ് സ്ഥാൻവാചക് ക്രിയാവിശേഷൻ. അപ്പം നമുക്ക് സംബന്ധബോധക അവ്യയും അതുപോലെ സ്ഥാൻവാചക ക്രിയാവിശേഷണം തമ്മിൽ മാറിപ്പോവരുത്. അങ്ങനെ മാറാതിരിക്കാൻ ഇവിടെ കാര്യം എന്താണ് ശ്രദ്ധിക്കേണ്ടത്? സംബന്ധബോധക് അവ്യയില് കെ ബാദ്, കെ നീച്ചെ, കെ ഊപ്പർ അങ്ങനെയാണ് വരുന്നത് അല്ലേ? പ്രത്യയം ചേർന്ന് വരുന്നു. പക്ഷേ സ്ഥാൻവാചക ക്രിയാവിശേഷനിൽ പ്രത്യയമില്ല. സേന, ആഘെ, ബഡി, ബഹ്, ഊപ്പർ, ബൈട്ട ഹെ, ഇവിടെ ഒന്നും പ്രത്യയമില്ല. അപ്പം ആകെ, ബൈട്ട അല്ലേ, സോറി ഊപ്പർ, ഇതൊക്കെ എന്താണ്? സ്ഥാൻവാചക് ക്രിയാവിശേഷൻ. അപ്പം സ്ഥാൻവാചക ക്രിയാവിശേഷണം സംബന്ധബോധക അവ്യയ്ക്കുമുള്ള വ്യത്യാസം മനസ്സിലാക്കുക. സംബന്ധബോധക അവ്യയ്ക്ക് പ്രത്യയം ചേർന്നാണ് പറയുന്നത് കെ ബാദ്, കെ നീച്ചെ, से पहले, इस तरह. लेकिन स्थानवाचक क्रियाविशेषण में यह प्रत्यय नहीं है. से के तरह का प्रत्यय नहीं लगाता है स्थानवाचक क्रियाविशेषण में. ओके, നെക്സ്റ്റ് തേർഡ് വൺ ആണ് സമുച്ചയബോധക് അവ്യയ്. എന്താണ് സമുച്ചയബോധക് അവ്യയ്? ദോ വാക്യോം കോ ജോഡനെ വാല ശബ്ദ്. സമുച്ചയബോധക് അവ്യയ് എന്ന് വെച്ചാൽ ദോ വാക്യോം കോ ജോഡനെ വാല ശബ്ദ്. राम गेलता है और श्याम पढ़ता है. राम गेलता है और श्याम पढ़ता है. അപ്പോൾ രാം ഗേൽത്ത ഹെ, ശ്യാം പഠിത്ത ഹെ എന്നുള്ള ഈ രണ്ട് വാക്കുകളിനെയും ചേർത്ത് വയ്ക്കുന്നത് അല്ലേ? ജോഡിനെ വാലെ ശബ്ദ് ഹെ ഓർ. ഇനി വഹ് ബീമാർ ഹെ इसलिए वह नहीं आया. हम देखो इसलिए वह बीमार है एक वाक्य है, वह नहीं आया दूसरे वाक्य है. ये दोनों वाक्य को जोड़ने वाला शब्द है इसलिए. ये हम इसलिए समुच्चय बोधक अव्यय कहलाता है. उसने मेहनत तो की दी लेकिन पास नहीं हुआ. हम की जोड़ने वाले शब्द है. उसने मेहनत तो की थी लेकिन पास नहीं हुआ. दो शब्दों को जोड़ने वाले शब्द, दो वाक्यों को जोड़ने वाले शब्द, രണ്ട് വാക്യങ്ങളെ യോജിപ്പിക്കുന്ന ശബ്ദം മാത്രമല്ല, പിന്നെയോ ദോ ശബ്ദോം കോ ജോഡനെ വാലെ ശബ്ദ് ബി സമുച്ചയ ബോധക് അവ്യയ ഹൈ. ദോ വാക്യോം കോ ജോഡനെ വാലെ ശബ്ദ് മാത്രമല്ല, പിന്നെയോ ദോ വാക്യോം കോ നഹി ദോ ശബ്ദോം കോ ഭി അല്ലേ? രണ്ട് വാക്യങ്ങളെ മാത്രം യോജിപ്പിക്കുന്ന ശബ്ദം, രണ്ട് വാക്യങ്ങളെ യോജിപ്പിക്കുന്ന ശബ്ദം സമുച്ചയബോധകാണ്. അതുപോലെ രണ്ട് ശബ്ദങ്ങളെ യോജിപ്പിക്കുന്ന ശബ്ദവും സമുച്ചയബോധകാണ്. ദോ ശബ്ദോം കോ ജോഡനെ വാലെ ശബ്ദ്. ഇവിടെ എക്സാമ്പിൾ നോക്കൂ. രാം ഓർ ശ്യാം, രോഹൻ തഥാ സോഹൻ. അപ്പോൾ ഇവിടെ രണ്ട് വാക്യങ്ങൾക്കിടയിലല്ല, രണ്ട് ശബ്ദങ്ങൾക്കിടയിലാണ് വന്നിരിക്കുന്നത്. രാം ഓർ ശ്യാം, രോഹൻ തഥാ സോഹൻ. അപ്പോൾ ഇവിടെ ഓർ തഥ എന്നുള്ളത് സമുച്ചയബോധക് അവ്യയാണ്. അപ്പോൾ എന്താണ് സമുച്ചയബോധക് എന്ന അവ്യെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും അല്ലേ? ദോ വാക്യോം കോ ജോഡനെ വാലെ ശബ്ദ് യാ ദോ ശബ്ദോം കോ ജോഡനെ വാലെ ശബ്ദ് കോ സമുച്ചയബോധക് അവ്യय कहलाता है. ओके, कुछ उदाहरण देखिए. और कुछ उदाहरण. और, या, लेकिन, किंतु, परंतु, मगर, बल्कि, यानी, अर्थात आदि. അപ്പോൾ ഇതൊക്കെ സമുച്ചയബോധക അവ്യയൻ്റെ എക്സാമ്പിളാണ്. ഇനി ഫോർത്ത് വൺ വിസ്മയാദിബോധക് അവ്യയ്. എന്താണ് വിസ്മയാദിബോധക് അവ്യയ്? ഈ വാക്കിൽ തന്നെ ഉണ്ട് അല്ലേ? വിസ്മയ് അല്ലേ? വിസ്മയിപ്പിക്കുന്ന, ആശ്ചര്യപ്പെടുത്തുന്ന. ഓക്കെ, അപ്പം നോക്കൂ, നമുക്ക് വിസ്മയാദിബോധക് അവ്യയ് എന്താണെന്ന് നോക്കാം. ഇതിൻ്റെ ഉദാഹരണം വാഹ്. ഇവിടെ ആശ്ചര്യ ചിഹ്നം ഉണ്ടാകും.
എക്സ്ക്ലമേഷൻ മാർക്ക്. ഇത് കാണുമ്പോൾ തന്നെ നമുക്കിത് വിസ്മയാദി ബോധകമാണെന്ന് എളുപ്പത്തിൽ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. വാഹ്, അരേ, ഓ, ചി, ഹായ്, കാശ്, ദത്ത് ആദി. അപ്പോൾ ഇതിലെല്ലാത്തിലും ആശ്ചര്യചിഹ്നം ഉണ്ടാകും. അപ്പോൾ അത് കാണുമ്പോൾ നമുക്ക് വിസ്മയാദി ബോധകമാണെന്ന് എളുപ്പത്തിൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പിന്നെ ഇവിടെ ഒരു കാര്യം കൂടി, നമ്മൾ ഇതുവരെ പഠിച്ച അവ്യയിലൊക്കെ അത് ചിലപ്പോൾ മധ്യത്തിലും ചിലപ്പോൾ അവസാനത്തിലും ഒക്കെയാണ് ആ അവ്യയം കാണുന്നത്. പക്ഷെ ഇവിടെ വിസ്മയാദി ബോധകിൽ മാത്രം ഏറ്റവും ആദ്യത്തിൽ തന്നെ ഈ വിസ്മയാദി ബോധക് അവ്യയ് ഉണ്ടാകും. വാഹ്, കിത്നാ സുന്ദർ ഫൂൽ ഹേ. വാഹ്, ഇവിടെ ആശ്ചര്യചിഹ്നവും ഉണ്ട്. കിത്നാ സുന്ദർ ഫൂൽ ഹേ. ഓഹ്, യഹ് ജാൻകർ ദുഃഖ ഹുവാ. ചി, യഹാം കിത്തനി ഗന്ദഗി ഹേ. അപ്പോൾ വിസ്മയാദി ബോധക് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് നിപാത് അവ്യയ് എന്താണെന്ന് നോക്കാം. സതീഷ് ലിഖ് രഹാ ഹേ. ആ വാക്കിനെ ഇവിടെ നോക്കൂ, സതീഷ് ഹി ലിഖ് രഹാ ഹേ അല്ലേ. സതീഷ് ഹി ലിഖ് രഹാ ഹേ എന്നുള്ളത് സതീഷ് ഹി ലിഖ് രഹാ ഹേ. ഇതാണ് നിപാത് അവ്യയ്. എക്സാമ്പിൾസ് നോക്കൂ. ഹി, ബി, മാത്ര, കേവൽ, ലഗ്ഭഗ്, സിർഫ്, നഹി, മത്. ഇതൊക്കെ നിപാത് അവ്യയിൻ്റെ എക്സാമ്പിൾസ് ആണ്. ഇനി നമുക്ക് കുറച്ച് ഉദാഹരണങ്ങളും കൂടി നോക്കാം. സതീഷ് ഹി ലിഖ് രഹാ ഹേ. रोहन भी जाएगा. मेरे पास मात्र 10 रुपये है. അപ്പോൾ ഇവിടെ കുറച്ച് ഊന്നൽ നൽകിയിട്ട് അല്ലേ, ചില ശബ്ദത്തിന് കുറച്ച് ഇമ്പോർട്ടൻസ് കൂടുതൽ നൽകി കുറച്ച് ഊന്നൽ നൽകി പറയാനായിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. അതാണ് നിപാത് അവ്യയ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സതീഷ് ഹി ലിഖ് രഹാ ഹെ, റോഹൻ ബി ജായേഗ, മേരെ പാസ് മാത്ര 10 रुपये है. ഓക്കെ, അപ്പോൾ അത്രയും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മളിന്ന് ഇവിടെ അവ്യയ് കംപ്ലീറ്റ് ആക്കിയിരിക്കുകയാണ്. അവ്യയും അതിൻ്റെ 5 ഭേദം നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞു. അപ്പോൾ എല്ലാവർക്കും ഈ ക്ലാസ് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ പ്ലീസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ചാനൽ കാണുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പം ഇതിൻ്റെ എന്തെങ്കിലും കമൻറ്റുകൾ ഉണ്ടെങ്കിൽ, ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.